എങ്ങനെയാണ് നിങ്ങള് ഭംഗിയുള്ള മുഖങ്ങളെ തീരുമാനിക്കുക? അതിന്റെ ക്രൈറ്റീരിയ? സോ ഭംഗിയുള്ള മുഖത്തിന് നമ്മളൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല. പക്ഷെ ബേസിക്കലി ഓരോ വ്യക്തികൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും എ ഐനോടാണ് ചോദിക്കുന്നത് എൻ്റെ മുഖം ഭംഗിയുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ആക്ച്വലി പണിയില്ല. അവർ എ ഐനോട് ചോദിക്കുകയാണ് എൻ്റെ മുഖത്ത് ഇതാണ് എൻ്റെ മുഖം, ഇതിനെ എങ്ങനെയൊക്കെ ഭംഗിയാക്കാം എന്നുള്ള ഫുൾ ഇൻഫോർമേഷൻ എടുത്തിട്ടാണ് ഒരു ഏത് പേഷ്യൻ്റ് ഇപ്പോൾ വരുന്നത് എന്നുള്ളത്. സോ എ ഐ ഈസ് ദ ഡിസൈഡിങ് ഫാക്ടർ, ഞാനല്ല. പുരുഷന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എനിക്കിപ്പോഴും 43 വയസ്സായി. അപ്പോൾ നമ്മൾ ഈ എൻ്റെ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത് മലയാളികളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ഉണ്ണിക്കൊടവയറ്, നല്ല കവിള്, അപ്പം ഒരു ചന്ദനക്കുറിയൊക്കെ തൊടുക. അപ്പം നമ്മളുടെ ഒരു ഐഡിയൽ എന്ന് പറയുന്നത് മോഹൻലാൽ എന്നൊരു സൗന്ദര്യമായിരുന്നു നമ്മളുടെ ഒരു ഐഡിയൽ. മലയാളികളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നല്ല ഉരുണ്ട കവിളൊക്കെയുള്ള ആ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞിരിക്കുന്ന മോഹൻലാലാണ്, മുണ്ടുമാടി കെട്ടിയിട്ടുള്ളതാണ്. പക്ഷെ അത് മാറി, ഇനി മാറും. ഈ ജെൻസിയുടെ ഡിമാൻഡിൽ വരുന്ന 2-3 ഫീച്ചേഴ്സ് ആണ്. ഒന്ന് എന്ന് പറയുന്നത് ചിസിൽഡ് ജോ, അതായത് ഷാർപ്പ് ജോ ലൈൻ എല്ലാവർക്കും വേണം എന്നുള്ളതാണ്. മുമ്പ് ഒരു 4 കൊല്ലം മുമ്പൊക്കെ നമ്മളൊരു താടിയുടെ സർജറി, അതായത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫങ്ഷണൽ ഡിസബിലിറ്റി, അതായത് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സർജറി ഇപ്പോഴും നമ്മളൊരു മാസം വളരെ നമ്പേഴ്സ് കൂടി വരികയാണ്. ഫേസ് യോഗ എന്ന് പറയുന്നത് സയന്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ചില യൂട്യൂബ് ചാനലുകളിൽ എന്താ വെച്ചാൽ മ്യൂയിങ് എന്നൊക്കെ പറഞ്ഞ പിള്ളേർ നാവൊക്കെ ഉരുട്ടി വെളിയിലോട്ടിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് ജോയിന്റ് ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ ചിലവർ റബ്ബർ കടിച്ച് ഭയങ്കരമായിട്ട് ഈ മാസേറ്റർ എന്ന് പറഞ്ഞൊരു മസിൽ ഉണ്ട്, കടിച്ച് ആ മസിലിനെ വെളിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. സത്യത്തിൽ അത് വെളിയിലോട്ട് വരും, കാരണം ഒരു ട്രമെൻഡസ് ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് ഭാവിയിൽ ഭീകരമായിട്ടുള്ള ജോയിന്റ് പെയിൻ വരും. മാക്സിലോ ഫേസ് സർജൻ വരുൺ നമ്പ്യാറാണ് ചെയ്യുന്നത്. നമസ്കാരം. ഈ ഫേസിന്റെ എസ്തെറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം പ്രവർത്തിക്കുക, അതിനൊരു ഡോക്ടർ ഉണ്ട് എന്നൊക്കെ പറയുന്നത് എനിക്ക് വളരെ റിലേറ്റീവ്ലി പുതിയ അറിവായിരുന്നു. ഒരു വർഷക്കാലമായിട്ടുള്ളൂ ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട്. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഭംഗിയുള്ള മുഖങ്ങളെ തീരുമാനിക്കുക? അതിന്റെ ക്രൈറ്റീരിയ? സോ ഭംഗിയുള്ള മുഖത്തിന് നമ്മളൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല. പക്ഷെ ബേസിക്കലി ഓരോ വ്യക്തികൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും എ ഐനോടാണ് ചോദിക്കുന്നത് എൻ്റെ മുഖം ഭംഗിയുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ആക്ച്വലി പണിയില്ല. അവർ എ ഐനോട് ചോദിക്കുകയാണ് എൻ്റെ മുഖത്ത് ഇതാണ് എൻ്റെ മുഖം, ഇതിനെ എങ്ങനെയൊക്കെ ഭംഗിയാക്കാം എന്നുള്ള ഫുൾ ഇൻഫോർമേഷൻ എടുത്തിട്ടാണ് ഒരു ഏത് പേഷ്യൻ്റ് ഇപ്പോൾ വരുന്നത് എന്നുള്ളത്. സോ എ ഐ ഈസ് ദ ഡിസൈഡിങ് ഫാക്ടർ, ഞാനല്ല. പിന്നെ ഇതിനൊക്കെ ഒരു ഗോൾഡൻ പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഒരു സയന്റിഫിക്കലി ഒരു ഗോൾഡൻ പ്രപ്പോർഷൻ ഉണ്ട് മെഡിക്കലി. നമ്മളുടെ മുഖത്തിന്റെ മൂക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കണം, കണ്ണിന്റെ കോർണേഴ്സ് ഇങ്ങനെ ഉണ്ടായിരിക്കണം, ജോ ലൈൻ ഇങ്ങനെ ഉണ്ടാവണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്സ് ആണ്. പക്ഷെ അതൊന്നല്ല ഗ്രൗണ്ട് റിയാലിറ്റി. സൗന്ദര്യം എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്ന് പറയുന്നത്, കണ്ണിലാണ് സൗന്ദര്യം കിടക്കുന്നത്. അപ്പം അതിനെ ഒരു കൊറിയൻ സ്റ്റൈൽ, ഇപ്പൊ കുറെ പേര് കൊറിയൻ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് കൊറിയൻ മുഖം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടല്ല സൗന്ദര്യത്തെ ജഡ്ജ് ചെയ്യേണ്ടത്. അല്ല, ഇപ്പൊ കുറെ കാലത്ത് ഇപ്പോൾ കാഴ്ചാശീലം കൊണ്ടായിരിക്കും ചിലപ്പോ. പക്ഷെ ലാലേട്ടൻ ഭയങ്കര സൗന്ദര്യമുള്ളൊരു പുരുഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ശ്രീ മോഹൻലാൽ. പക്ഷെ പറയുന്ന ഈ കൺവെൻഷണൽ അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് മെൻ എസ്തെറ്റിക്സ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ജോ ലൈൻ ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ വെൽ ബിൽഡ് ആബ്സ് ഇല്ല. പക്ഷെ അതിനൊന്നും അദ്ദേഹത്തിന്റെ പുരുഷത്വത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആൽഫ മെയിൽ സ്വഭാവത്തെ ഒന്നും മാറ്റുന്നില്ലല്ലോ. അപ്പൊ ശരിക്കും ഇതെന്താ ഇതിന്റെ ഒരു കൺസെപ്റ്റ്? ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി, അതൊന്ന് വിവരിച്ചു തരുമോ? ഞാൻ പുരുഷന്മാരുടെ കണ്ണിൽ മാത്രമാണ്, സ്ത്രീകളുടെ വേറെ തന്നെ ഉണ്ട്. പുരുഷന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എനിക്കിപ്പോഴും 43 വയസ്സായി. അപ്പൊ നമ്മൾ ഈ എൻ്റെ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത് മലയാളികളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ഉണ്ണിക്കൊടവയറ്, നല്ല കവിള്, അപ്പം ഒരു ചന്ദനക്കുറിയൊക്കെ തൊടുക. അപ്പൊ നമ്മളുടെ ഒരു ഐഡിയൽ എന്ന് പറയുന്നത് മോഹൻലാൽ എന്നൊരു സൗന്ദര്യമായിരുന്നു നമ്മളുടെ ഒരു ഐഡിയൽ. ഇടക്കാലത്ത് എവിടെയോ എപ്പോഴോ ഒരു കൂണ് പോലെ പൊന്തി വരികയാണ്, ബോളിവുഡ് ഫിലിം സ്റ്റാർസ് വരുന്നു. അതും നമ്മൾ അത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കി തുടങ്ങി, അതായത് എല്ലാവർക്കും നല്ല ശരീരം വേണം, ജോ ലൈൻ വേണം, ഷാർപ്പ് മൂക്ക് വേണം, ഫീച്ചേഴ്സ് ഒക്കെ കൂടുതൽ. അപ്പം ആ സൗന്ദര്യ കോൺസെപ്റ്റുകൾ മാറാൻ തുടങ്ങി എന്നുള്ളത്. മുമ്പ് ഉള്ളത് പണ്ടും എസ്റ്റാബ്ലിഷ്ഡ് സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഫീച്ചേഴ്സ് ഒക്കെയാണ്. പക്ഷെ മലയാളികൾക്ക് അതായിരുന്നില്ല എന്നുള്ളതാണ്. മലയാളികളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നല്ല ഉരുണ്ട കവിളൊക്കെയുള്ള ആ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞിരിക്കുന്ന മോഹൻലാലാണ്, മുണ്ടുമാടി കെട്ടിയിട്ടുള്ളതാണ്. പക്ഷെ അത് മാറി, ഇനി മാറും. ഇപ്പൊ കുട്ടികളോ അല്ലെങ്കിൽ മറ്റേ ജെൻസി കുട്ടികളൊക്കെ വന്നിട്ട് ഇപ്പൊ ഒരു കൊറിയൻ മോഡലിന്റെയോ അല്ലെങ്കിൽ BTS ഇന്ന ആളെയോ
അല്ലെങ്കിൽ ഒരു കൊറിയൻ ഇപ്പൊ അവരുടെ റോംകോം വെബ് സീരീസുകളൊക്കെ ഉണ്ട്, അതിലെ ഒരു ആക്ടറെ ഒരു ആക്ട്രസിനെ ഒക്കെ എടുത്ത് കാണിച്ചിട്ട് അവനോ അവളോ വന്ന് പറയാറുണ്ടോ എനിക്ക് ഇതുപോലെ ആവണം, ഇതുപോലെ എന്നെ ആക്കി തരും, അങ്ങനെ അനുഭവങ്ങളുണ്ടോ? ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ജെൻസിയുടെ ഡിമാൻഡിൽ വരുന്ന 2-3 ഫീച്ചേഴ്സ് ആണ്. ആ. ഒന്ന് എന്ന് പറയുന്നത് ചിസിൽഡ് ജോ, അതായത് ഷാർപ്പ് ജോ ലൈൻ എല്ലാവർക്കും വേണം എന്നുള്ളതാണ്. മുമ്പ് ഒരു 4 കൊല്ലം മുമ്പൊക്കെ നമ്മളൊരു താടിയുടെ സർജറി, അതായത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫങ്ഷണൽ ഡിസബിലിറ്റി, അതായത് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സർജറി ഇപ്പോഴും നമ്മളൊരു മാസം വളരെ നമ്പേഴ്സ് കൂടി വരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ആഗ്രഹം എന്ന് പറയുന്നത് നീണ്ട താടി, ഷാർപ്പായിട്ടുള്ള ആംഗിൾ ബോൺ വേണം എന്നുള്ളത്. അതാണ് ഏറ്റവും ഡിമാൻഡിങ്. അത് ചെറിയ കുട്ടികളാവട്ടെ വലിയവരായിക്കോട്ടെ എന്നുള്ളതാണ്. ഇന്ന് എനിക്ക് ഏറ്റവും വലിയൊരു ഒരു തമാശയാണ്, 58 വയസ്സുള്ള അത്യാവശ്യം വണ്ണമുള്ള ഒരു സ്ത്രീ ഇന്ന് എന്നെ കാണാൻ വന്നത്. അവർ കുവൈത്തിൽ നിന്നാണ് എന്നെ വന്നത്. ഇന്ന് അവർ വന്നിട്ട് എന്നോട് പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ജോ ലൈൻ ഡിഫൈൻഡ് ആയിട്ട് വേണം എന്നുള്ളത്. എനിക്ക് പക്ഷേ അവരുടെ ഒരു മാനറിസും ശാരീരികവും ഒന്നും വെച്ചിട്ട് ആ ഒരു ജോ ലൈനിന് മാച്ചിങ് ഇല്ല. പക്ഷെ അവർക്കും വേണം ഒരു പെർഫെക്റ്റ് ജോ ലൈൻ എന്നുള്ളത്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും അവർ ഇപ്പോഴത്തെ ജനറേഷൻ അല്ല, എല്ലാവർക്കും ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മൊബൈലിൽ കാണുന്ന മോഡൽസ്, അല്ലെങ്കിൽ ഈ കെ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ്, ഹോളിവുഡ് സ്റ്റൈൽ. മോഹൻലാലൊക്കെ പോയി, ഇപ്പൊ എല്ലാവരും കാണുന്ന ഹോളിവുഡ് ആക്ടേഴ്സിന്റെ ജോ ലൈനാണ്. അവരുടെ ചിസിൽഡ് ജോ, ഒട്ടിയ കവിളുകൾ, നീണ്ട താടി, അതൊക്കെയാണ്. അല്ല, ഈ ബാക്കി എന്തൊക്കെയാണ് ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ കുട്ടികളുടെ ഇൻഫ്ലുവൻസ് ആണ്? എന്നെ ഇതേപോലെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പിള്ളേർ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോട്ടോ, അവരുടെ ഒരു നോർമൽ ഫോട്ടോ എടുത്തിട്ട് AI-ക്ക് കൊടുക്കും. എന്നിട്ട് AI-നോട് ചോദിക്കും, അല്ലയോ AI, എൻ്റെ മുഖത്ത് എന്തൊക്കെ മാറ്റം വേണം എന്നുള്ളത്. ഇത് വാസ്തവമാണ്. അപ്പൊ AI പറയും, നിന്റെ മൂക്ക് ശരിയില്ല, നിന്റെ മൂക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതാണ്, താടി ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതാണ്, കവിള് ഇത്രത്തോളം ഒട്ടിയാൽ 21% നന്നായന്, ഇങ്ങനെയൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ്. കണ്ണ്, ഇപ്പൊ ഞാൻ വേറൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പയ്യൻ വന്നിട്ട് എന്താ പറയുന്നത് വെച്ചാൽ, അവന്റെ കണ്ണ് ലാറ്ററൽ ഐബ്രോ, ഈ കണ്ണിനെ ഈ ക്യാൻതസിനെ മുകളിലോട്ട് നീട്ടണം, ഇതാണ് ഒരു ഐഡിയൽ പുരുഷന്റെ സൗന്ദര്യം എന്ന്. അപ്പോൾ എന്നോട് വന്നിട്ട് ചോദിക്കണം, ഡോക്ടർ എൻ്റെ ഈ കണ്ണിന് ഇങ്ങനെ മുകളിലോട്ടേക്ക് വലിച്ചു കെട്ടാൻ പറ്റുമോ? ഇതൊക്കെ ഇവർ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇതിനുള്ള ആപ്പ് ഉണ്ട്, ഇതിനുള്ള ചാനൽ ഉണ്ട് യൂട്യൂബിൽ. യൂട്യൂബിൽ ഇതിനായിട്ട് തന്നെ ചാനൽ ഉണ്ട്. അതായത് ദ പെർഫെക്റ്റ് മീന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഉണ്ട്. അതിൽ നമ്മളുടെ ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. ഭയങ്കര ഒരു സർജൻ എന്നുള്ള നിലയിൽ ഇപ്പൊ എന്നോട് ചോദിക്കുവാണെങ്കിൽ അത് എനിക്ക് ഒരു തരത്തിൽ ഗുണമാണ്. കാരണം നമ്മളുടെ സർജറീസിന്റെ നമ്പർ കൂടും. പക്ഷെ അത് സത്യത്തിൽ ഒരു അലാമിങ് കണ്ടീഷനാണ്, വളരെ മോശമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. കാരണം എല്ലാവരും ഇങ്ങനെ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിറ്റിക്കൽ ഫേസ് ആവും, എല്ലാവർക്കും ഇതേപോലെ ആവണം എന്നുള്ളത്. ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിലേക്കൊക്കെ വരുമ്പോഴേ ശരിക്കും ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടാലേ സർജറി ഇല്ലാതെ ജോ ലൈൻ ഉണ്ടാക്കാൻ പറ്റും? പിന്നെ അതായത് റൗണ്ട് ഫേസ് എന്ന് പറയുന്ന ചിലവരുടെ അനാറ്റമി, അതായത് മുഖത്തിന്റെ എല്ലിന്റെ ഷേപ്പ് കംപ്ലീറ്റ്ലി റൗണ്ട് ആണെങ്കിൽ അത് കിട്ടില്ല. എന്നാലും എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ എക്സസൈസ് ആണ് ഏറ്റവും വലിയ പ്ലാസ്റ്റിക് സർജറി. എക്സസൈസ്, നല്ലൊരു ലൈഫ് സ്റ്റൈൽ, നല്ലൊരു വ്യായാമം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ജോ ലൈനും കിട്ടും. നമ്മളുടെ ഈ ഒരു ബക്കൽ ഫാറ്റ്, കവിളിന്റെ വണ്ണം കുറയും, താടി എടുത്ത് കാണാൻ തുടങ്ങും, എല്ലാം എടുത്ത് കാണാൻ തുടങ്ങും, നെക്കിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നന്നാവും. സോ എക്സസൈസ്, ലോ കാർബ് ഡയറ്റ്, അതുപോലെ നമ്മളുടെ ഇപ്പോഴത്തെ ഡയറ്റ് ഉണ്ടല്ലോ, എല്ലാം ഷുഗർ കട്ട്, ഇതൊക്കെ ചെയ്താൽ അടിപൊളിയായിട്ട് കിട്ടും. ഈ മുഖത്തെ ഇതുപോലെ ഭംഗിയാക്കാൻ വേണ്ടിട്ട് ഫേസ് യോഗ എന്ന് പറഞ്ഞിട്ട് സെറ്റ് നടക്കുന്നുണ്ട്. ഇപ്പം എയറിലേക്ക് നോക്കി ചുംബിക്കുക, പിന്നെ എയർ വീർപ്പിക്കുക, എയർ കളയുക. അപ്പൊ അതിന് വേണ്ടിട്ട് തന്നെ ആളുകൾ ക്രാഷ് കോഴ്സ് അത് ഓൺലൈനായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, യോഗ പഠിപ്പിക്കുന്ന പോലെ തന്നെ. ശരിക്കും ഫേസ് യോഗയിൽ കഥയുണ്ടോ? ഫേസ് യോഗ എന്ന് പറയുന്നത് സയന്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നമ്മൾ അതിലൊരു തരത്തില് നമ്മളുടെ മസിലിനെ ടോൺ ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ശരീരത്തിൽ ഫേഷ്യൽ മസിൽസിനെ ടോൺ ചെയ്യുന്നതാണ്. അപ്പൊ ഫേഷ്യൽ മസിൽസിനെ നമ്മൾ ഏത് മസിൽസിനെയും ടോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ചെറിയ ഡെഫിനിഷൻ വരും എന്നുള്ളതാണ്. ഇന്നവയൊരു ഡെഫിനിഷൻ വരും. അപ്പൊ ആ ഡെഫിനിഷനെയാണ് ഈ പറയുന്ന ഫേസ് യോഗയുടെ മേജർ അവരുടെ ഒരു ബ്രീഡിങ് ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട്. ചില യൂട്യൂബ് ചാനലുകളിൽ എന്താ വെച്ചാൽ മ്യൂയിങ് എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ നാവൊക്കെ ഉരുട്ടി വെളിയിലോട്ട് ഇട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് ജോയിന്റ് ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ ചിലവർ റബ്ബർ കടിച്ച് ഭയങ്കരമായിട്ട് ഈ മാസേറ്റർ എന്ന് പറഞ്ഞൊരു മസിൽ ഉണ്ട്, കടിച്ച് ആ മസിലിനെ വെളിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. സത്യത്തിൽ അത് വെളിയിലോട്ട് വരും, കാരണം ഒരു ട്രമെൻഡസ് ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഭാവിയിൽ ഭീകരമായിട്ടുള്ള ജോയിന്റ് പെയിൻ വരും.
അപ്പൊ ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. നല്ലത് എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറിയ ഡെഫിനേഷൻ ഒക്കെ വരും, പക്ഷെ അതിന്റെ ദൂഷ്യവശങ്ങളും വളരെ കൂടുതലാണ്. ഫേസ് യോഗ ശാസ്ത്രീയമല്ല എന്ന് പറയാൻ പറ്റുമോ? പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല. ഫേസ് യോഗയില് കുറച്ചൊക്കെ മാറ്റം വരുത്താൻ പറ്റും, പക്ഷെ ഒരിക്കലും സയന്റിഫിക്കലി പ്രൂവൺ അല്ല. ഓക്കെ. ഇപ്പൊ പ്രധാനമായിട്ട് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഏരിയയിൽ എന്തൊക്കെയാ പ്രധാനമായിട്ട് ഒരാളുടെ മുഖത്ത് മാറ്റാൻ പറ്റുക? ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദ ഗോഡ് ഓഫ് ഫേഷ്യൽ സർജറി എന്ന് പറയും. അതായത് മുഖത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് സർജറി എന്ന് പറയുന്നത് ഫേസ് ലിഫ്റ്റ് സർജറിയാണ്. അതായത് ഒരു വ്യക്തിയെ ഇപ്പൊ ഒരു 60കളിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു 70കളിലുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ 60 കൂട്ടിക്കോ 60കളിലുള്ള ഒരു വ്യക്തിക്ക് അവരുടെ 40കളിലോ 45ലോ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫേസ് ലിഫ്റ്റ് സർജറിയാണ് അതിന്റെ മാർഗം. മുമ്പ് കാലങ്ങളിൽ ഇതൊക്കെ സെലിബ്രിറ്റീസ് മാത്രം ചെയ്തിരുന്നു എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നല്ല. നമ്മളുടെ ഇടയിലുള്ള ഓരോ സാധാരണക്കാരും ഓരോ സാധാരണ സ്ത്രീകളും വീട്ടമ്മമാര് വന്നിട്ട് ഫേസ് ലിഫ്റ്റിംഗ് സർജറി ചെയ്യുന്നുണ്ട്. അതിന്റെ പല വേർഷൻസ് ഓഫ് ഫേസ് ലിഫ്റ്റ് ഉണ്ട്. മിനി ലിഫ്റ്റ് ഉണ്ട്, സ്കിൻ ഓൺലി ലിഫ്റ്റ് ഉണ്ട്, ഡീപ്പ് ലിഫ്റ്റ് ഉണ്ട് എന്ന്. അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ മുഖത്തിനെ ഇപ്പം ഒരു പ്രായമുള്ളൊരു വ്യക്തിക്ക് മുഖത്ത് ചുളിവ് വരും, ഇവിടെ വണ്ണം കൂടും, കഴുത്ത് തൂങ്ങും. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എത്രത്തോളം എക്സസ് സ്കിന്ന് കംപ്ലീറ്റ്ലി നമ്മൾ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ഇത് കൊള്ളാം, നല്ല ചെറുപ്പമായ മുഖമാണ് തോന്നുക, അത് നമ്മൾക്ക് സർജറി ചെയ്ത് കിട്ടാൻ പറ്റും. മൊത്തത്തിൽ നമ്മൾ ഒരു പുസ്തകം തുറക്കുന്ന പോലെ നമ്മൾക്ക് സ്കിന്നിനെ തുറക്കാം. ഒരു സ്കിൻ എന്ന് പറഞ്ഞാൽ വെറും നേരിയ സ്കിന്നല്ല, ഒരു തിക്കായിട്ടുള്ള ഒരു സ്കിൻ. അതിനെ തുറന്ന് അതിനെ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കിയിട്ട് ആ എക്സസ് സ്കിന്നിനെ വലിച്ച് എക്സസ് സ്കിന്നിനെ കളഞ്ഞ് സ്യൂച്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ തൂങ്ങിക്കിടക്കുന്ന സകല സ്കിന്നും അങ്ങോട്ട് പോകും. അപ്പോൾ നല്ല ഉറച്ച ടൈറ്റ് ആയിട്ടുള്ള സാധനം. ഇതിന്റെ മെച്ചം എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. അടുത്ത 10-15 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഇതേപോലെ നടക്കാം, ഗ്രേഷ്യസ്ലി വയസ്സാവാം. അതായത് ഇതിനകത്ത് ഈ മറ്റേ സർജറി മാത്രമാണോ ഫാക്ടർ? പിന്നെ ഇതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, മരുന്ന് ഏത് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു 6 മാസം സർജിക്കൽ ഫോളോ അപ്പ് ഉണ്ട്. അതായത് ആ സർജനെ കാണണം എന്നുള്ളത്. അല്ലാണ്ട് മരുന്നൊന്നും വേണ്ട. ഇനീഷ്യലി ആദ്യത്തെ ഹീലിംഗ് പീരീഡിലുള്ള ഒരു 6-7 ദിവസത്തെ ഒരു ആന്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് ഉണ്ടാവും. 5 ദിവസം 7 ദിവസം, അത് പല പ്രോട്ടോകോൾസ് ആണ്. പിന്നെ ഈ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ടെമ്പററി സെൻസറി ലോസ് ഉണ്ടാവും. അതായത് അവിടുത്തെ അതായത് സ്കിന്ന് മൊത്തം തുറന്ന് തിരിച്ച് വെക്കുകയല്ലേ, അപ്പോൾ അവിടെ കുറച്ചൊരു സെൻസറി ലോസ് ഉണ്ടാവും. അതായത് തൊട്ട് കഴിഞ്ഞാലൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല എന്നുള്ളത്. അതൊരു മിനിമം ലൈക്ക് 3 months 6 months ഒക്കെ പോകുമ്പോഴത്തേക്ക് നോർമലായിട്ട് വരും. ഒരു കണ്ടിന്യൂസ് മരുന്നൊന്നും കഴിക്കേണ്ട ഒരു ആവശ്യമില്ല, ഒന്നുമില്ല. സർജറി കഴിയാം. ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ 1 മാസം നല്ല നീരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞുള്ള റിക്കവറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓരോ മാസം കഴിയുന്നതോറും ഭംഗിയാവും. ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ അടിപൊളിയാവും. ഈ പുറത്തൊക്കെയുള്ള പല സെലിബ്രിറ്റീസ് ഒക്കെ ഈ റൈനോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിട്ട് അത് വലിയ ദുരന്തമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ ഇടയ്ക്ക് കാണാറുണ്ട്, അതിന്റെ ചില ഫീച്ചേഴ്സ് ഒക്കെ. ശരിക്കും അതുപോലെ മറ്റൊരു എന്നോട് ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് സർജൻ എന്നോട് പറഞ്ഞാണ് ലോകത്തെ ഏറ്റവും അധികം പ്ലാസ്റ്റിക് സർജന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് മൂക്ക് ശരിയാക്കുന്ന റൈനോപ്ലാസ്റ്റി ചെയ്തതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ഒരു തമാശയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ മൂക്കിന്റെ സർജറി ഉണ്ടല്ലോ, അത് അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ സർജറി എന്ന് പറഞ്ഞ് സാറിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അപ്പൊ ഒരു ഭയം കൂടി ഫീൽ ചെയ്യാറുണ്ട്? ഇല്ല, അയ്യോ അങ്ങനെയൊന്നുമില്ല. റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിക് വർക്കാണ്. അതായത് ഒരു ശില്പി കൊത്തിയെടുക്കുന്നത് പോലെയാണ് ഒരു മൂക്കിനെ ഒരു സർജൻ കൊത്തിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ ആഗ്രഹങ്ങൾ, എല്ലാവരും വരുന്നത് ഒരു ആഗ്രഹമായിട്ടാണ്. അവരുടെ ആരും ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തികളും ഈ ആദ്യം ചോദിച്ച ചോദ്യമാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കമൻറ്റ് ചെയ്യില്ല. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറ ഡോക്ടറെ എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും കമൻറ്റ് ചെയ്യാറില്ല. ഞാൻ പറയും നിങ്ങൾ പറ നിങ്ങളുടെ എന്താണ് പ്രശ്നം എന്നുള്ളത്, നിങ്ങൾ പറ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം. അപ്പം ഒരു മൂക്ക് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. എൻ്റെ മൂക്ക് ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കണം, അൺറിയലിസ്റ്റിക് ആയിട്ട് എക്സ്പെക്ടേഷൻ ആവരുത്. അതായത് ഒരു നല്ല വണ്ണമുള്ള തടിച്ച ഒരു മൂക്കായിട്ടൊരു വ്യക്തി വന്നിട്ട് എനിക്ക് ഋത്തിക് റോഷന്റെ മൂക്ക് വേണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയാറെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഋത്തിക് റോഷന്റെ മൂക്ക് കിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ കിട്ടും, നിങ്ങളുടെ മൂക്കിന്റെ ബെസ്റ്റ് വേർഷൻ. സോ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആണെങ്കിൽ റൈനോപ്ലാസ്റ്റി വളരെ 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 ഒരു സേഫ് കംഫർട്ടബിൾ പ്രൊസീജിയറാണ്. അത് പല തരത്തിലും പല കോംപ്ലിക്കേഷൻസ് എപ്പോഴും സർജറിയിലുണ്ട്. സർജറിയിൽ കോംപ്ലിക്കേഷൻസ് ഇല്ല എന്നത് പിന്നെ ഈ ലോക അവസാനമാണ്. കാരണം എങ്ങനെയാലും ഒരു നീര് വരാം, ചില സമയം ഹീലിങ്ങിന് ഡിലേഡ് വരാം, ചില സമയം റിസൾട്ടിൽ അതായത് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഒരിക്കലും കിട്ടണമെന്നില്ല. ചിലർക്ക് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞിട്ട് വരാം. സോ സർജറിയിൽ എപ്പോഴും ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കോംപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല.
പക്ഷെ കോംപ്ലിക്കേഷൻസ് മേ ബി ഓർ മേ നോട്ട് ബി, വരാതിരിക്കാം. അതിന്റെ ഒരു പെർസെന്റേജ് എങ്ങനെയാ അത് പറയാനൊന്നും സക്സസ് റേറ്റ് അങ്ങനെയല്ല. കാരണം നമ്മളിപ്പോ ഒരു 100 പറയില്ലേ, ഇപ്പൊ ലിവർ ട്രാൻസ്പ്ലാന്റ് ഏകദേശം 90% സക്സസ് ആണ് എന്നൊക്കെ എന്നോട് ഈ അടുത്തൊരു ഹെപ്പറ്റോളജിസ്റ്റ് പറയണ്ടായി. അപ്പൊ അതുപോലെ അങ്ങനെ സംസാരിക്കാൻ പറ്റും? അങ്ങനെയല്ല. പെർസെന്റേജ് വൈസ് ഇതില് സക്സസ് റേറ്റ് അല്ല, ഹാപ്പിനെസ് ഫാക്ടർ ആണ് ഇതിലെ വലിയ ഘടകം. ഇറ്റ്സ് നോട്ട് സക്സസ്. നമ്മൾക്ക് ഇപ്പോൾ കോസ്മെറ്റിക് സർജറിയിൽ ഒരിക്കലും സക്സസ് എന്ന് പറയുന്ന സാധനമല്ല, ഇതിലെ ഹാപ്പിനെസ്. പേഷ്യന്റിന് ഇത് തൃപ്തിയായോ തൃപ്തിയായില്ലയോ, അതാണ്. അപ്പം നമ്മൾക്ക് എപ്പോഴും നമ്മളൊരു സർജറിയിൽ ഒരു കൺസെന്റ്, അതായത് സമ്മതപത്രത്തിൽ നമ്മൾ എന്തായാലും എഴുതും ദർ ഇസ് നത്തിങ് ലൈക്ക് 100% സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന റിസൾട്ട് ഇല്ല. അത് നമുക്ക് അച്ചീവ് ചെയ്യാനൊന്നാവില്ല. ആ ഹാപ്പിനെസ് ഫാക്ടറിന്റെ ഗ്രേഡിയൻസ് ആണ് ഇതിനെ ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, കുഴപ്പമില്ല, വളരെ സന്തോഷമുണ്ട് ഡോക്ടറെ, കുറച്ച് കുഴപ്പമുണ്ട്. ആ കുറച്ച് കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വി ക്യാൻ അഡ്രസ് ഇറ്റ്. നമുക്ക് വേണമെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ശരി, ഇതൊന്ന് ഹീൽ ആവട്ടെ, പൂർണ്ണമായിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 9 മാസം കഴിയട്ടെ, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇതിനെ ഒന്നും കൂടി ഷേപ്പ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ കോസ്മെറ്റിക് സർജറിയിൽ വരുന്നത് എപ്പോഴും സക്സസ് അല്ല, ഹാപ്പിനെസ് ഫാക്ടറാണ്. ഇപ്പൊ ഈ എല്ലാവരും പലപ്പോഴും ഒരു ഇന്ത്യൻ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഗ്രീക്ക് ഗോഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഹൃതിക് റോഷൻ പേര് സംസാരിക്കാറുണ്ടല്ലോ. അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്തതിൽ ശരിക്കും അദ്ദേഹത്തിന് സർജറി ഇൻവോൾവ്ഡ് ആണോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ഋത്തിക്കിന് നമ്മൾ എന്ന് കണ്ടോ അന്ന് മുതൽ ഋത്തിക്കിന്റെ ഫീച്ചേഴ്സ് സെയിം ആണ്, മാറിയിട്ടില്ല, ടിൽ ഡേറ്റ് മാറിയിട്ടില്ല. അപ്പം അതെനിക്കിപ്പോൾ കമൻറ്റ് ചെയ്യാൻ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നമ്മൾ ചെറിയ കുട്ടിയായപ്പോഴാണ് ഋത്തിക് റോഷന്റെ കൽഹോനാഹോ ആ ഒരു സിനിമ കണ്ടത്. അന്നുള്ള അതേ ഫീച്ചേഴ്സ്, കഹോന പ്യാറെ, ഇപ്പോഴും അതേ ഫീച്ചേഴ്സ് ആണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. വി ക്യാൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ് ഹീസ് എ ഗ്രീക്ക് ഗോഡ്. കാരണം അതൊരു വല്ലാത്ത ഫീച്ചേഴ്സ് ആണ്. ആ ജോ ലൈൻ, ആ മൂക്ക് ആക്ച്വലി പെർഫെക്റ്റ് മൂക്കല്ല, പക്ഷെ ആ മൂക്ക് വളരെ തിൻ സ്കെയിലി ആയിട്ടുള്ള നല്ല രസമുള്ളൊരു ഫീച്ചേഴ്സ് എല്ലാം കൂടി ഷാർപ്പാണ്. എല്ലാ ഫീച്ചേഴ്സും ഷാർപ്പാണ് അദ്ദേഹത്തിന്. ഇപ്പൊ ആക്ട്രസസുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ഈ ദോസ്താനൊക്കെ ഇറങ്ങിയ സമയത്ത് പ്രിയങ്ക ചോപ്രയുടെ ചുണ്ടുകൾ ഭയങ്കര അധികം ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതുപോലെ അനുഷ്ക ശർമ്മയുടെയും ഇപ്പൊ അതുപോലെ ചുണ്ടുകൾ ഭയങ്കരമായിട്ട് ചർച്ചകൾ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ പലപ്പോഴും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഈ പറഞ്ഞ ലിപ്പിൽ ഒരുപാട് സർജറി ചെയ്യുന്നുണ്ട്. ആൻഡ് പേഴ്സണലി നമ്മൾ അങ്ങനെ ചെയ്ത ചില ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അതിനധികം സമയമൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും എത്ര നേരം എടുക്കും ഇപ്പൊ ഈ ഐഡിയൽ ലിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രോസസ്സിന്? അങ്ങനെയല്ല, ഈ വിഷ്ണു ചോദിച്ചതില് ഈ ലിപ്പിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് വിത്ത് ഫില്ലേഴ്സ് ആണ്, അത് ഇഞ്ചക്ഷൻസ് ആണ്, സർജറീസ് അല്ല. ഓക്കെ. ഇപ്പൊ നമ്മൾ കാണുന്ന കുറെ പേരുടെ ചുണ്ട് ഇങ്ങനെ ഭയങ്കര, അതായത് കുറച്ചും കൂടി പൗണ്ടിങ്, അതായത് വെളിയിലോട്ട് തള്ളി കുറച്ചും കൂടി അപ്പീലിംഗ് ലിപ്സ് ആണ്. ആ ഒരു അപ്പീലിംഗ് ലിപ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ജോബാണ്. അതൊരു ഇഞ്ചക്ഷൻ ആണ്. ഫില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു ഡെർമൽ ഫില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു കട്ടിയായിട്ടുള്ള ഒരു വിസ്കസ് ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ചുണ്ടിനെ എങ്ങനെ വേണമെങ്കിലും, ഇത്ര വേണോ ഇത്ര പുറത്തോട്ട് തള്ളണം, ഇത്ര പുറത്തോട്ട്, ഈ ബോർഡേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യണം, ഈ ബോർഡേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ചുണ്ടിനെ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും കുറച്ചും കൂടി ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ലിപ്സ് ആണ് അത്. പക്ഷേ ഇപ്പൊ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും അതിന്റെ ഒരു ബിഗ് ടൈം ഫാൻ അല്ല. കാരണം എനിക്കതൊരു ഭയങ്കര അരോചകമായിട്ടാണ് തോന്നാറ്. കാരണം ചിലവർക്ക് മാത്രം മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രസമുണ്ട്. മിനിമലിസ്റ്റിക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്തു എന്നും ചെയ്തില്ല എന്നും പറയുന്ന രീതിയിൽ ചെയ്യണം. അല്ലാണ്ട് ചെയ്യുന്നതൊക്കെ വൾഗാരിറ്റി ആണെന്ന് എനിക്ക് ഇത്. പക്ഷെ ഇതിപ്പോ ഇതൊരു ട്രെൻഡാണ്, എല്ലാ സ്ത്രീകൾക്കും വേണ്ടത്. ഇപ്പം അറബ് രാഷ്ട്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെ ചുണ്ടും ഒരേ ചുണ്ടാണ്. അറബി സ്ത്രീകളുടെ എല്ലാവരുടെ ചുണ്ടും ഇങ്ങനെ പൗണ്ടിങ് ആയിട്ട് വളരെയധികം കൂടുതലായിട്ട് ഫില്ലേഴ്സ് ഇട്ട് അതിനൊരു അരമണിക്കൂർ നേരെ വേണ്ടു ചെയ്യാൻ. ഈ കുഴിഞ്ഞ കണ്ണുകൾക്ക് പകരം ഇപ്പൊ വലിയ കണ്ണുകളാണ് എക്സ്പ്രസീവ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചില ബഡ്ഡിങ് ആക്ടേഴ്സ് ഒക്കെ, ഇപ്പൊ നമുക്കറിയാവുന്ന ചില ആക്ടേഴ്സ് ഒക്കെ അവര് ഈ പറഞ്ഞ ഈ നെറ്റി കുറച്ച് ലിഫ്റ്റ് ചെയ്തിട്ട് കണ്ണുകൾ കുറച്ച് കാണിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു ആക്ടറിനെ ഇതിന് ഹെൽപ്പ് ചെയ്യുമെന്നും കൂടി അറിയേണ്ട കാര്യമാണ്. കാരണം ഇത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം കുറച്ച് നേരത്തേക്ക് ഇണങ്ങുമല്ലോ. അപ്പുറത്തെ ഈ ചെറിയ കണ്ണുകളൊക്കെ ഉണ്ടായിരുന്ന രജനീകാന്തിനെ പോലുള്ള ആക്ടേഴ്സ് ഭയങ്കരമായിട്ട് വർക്ക് ആവണുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിലത്തെ ഒരു സയൻസ്. അതും ഇത് ഈ പറയുന്ന സർജറീസ് ഒക്കെ ഇപ്പം റീസെന്റ് കഴിഞ്ഞ ഒരു 8 മാസം മുമ്പ് ഞാൻ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഐബ്രോ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സർജറി ഉണ്ട്. ഐബ്രോ ലിഫ്റ്റിംഗ് അതായത് നമ്മളുടെ പുരികങ്ങളെ നമ്മൾക്ക് ചെറുങ്ങനെ അങ്ങോട്ട് കയറി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ചെറുങ്ങനെ മുകളിലോട്ടേക്ക് ഒരു കീ ഹോളിലൂടെ നമുക്കൊരു ചെറിയൊരു കുത്തിട്ടിട്ട് നമുക്ക് ഈ പുരികത്തിന് മുകളിലോട്ട് പിടിച്ചു വെക്കാൻ പറ്റും. ഈ മുകളിലോട്ട് പിടിച്ചു വെക്കുമ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഐബ്രോ മുകളിലോട്ടേക്ക് വരും, നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ണുകൾക്കും. ഇത് കൂടുതലും ചെയ്യുന്നത് പ്രായമുള്ളവരാണ്.
ഇത് ആക്ച്വലി ഈ പറയുന്ന യങ് ജനറേഷന് വേണ്ട, അവർക്കൊന്നും ഒരിക്കലും ഐബ്രോ ലിഫ്റ്റിംഗ് എന്നുള്ളത്. ഈ ഐബ്രോ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വിഷ്ണുവിന്റെ ആക്ച്വലി ഐബ്രോ കുറച്ച് താഴോട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻ ചെറുപ്പക്കാർക്ക് ചെയ്യാം. നേരെ മറിച്ച് പ്രായമായവർക്ക്, അതായത് എബോവ് 40s ഉള്ള എല്ലാവരുടെയും ഈ ഐബ്രോ താഴോട്ടേക്ക് മെല്ലെ 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 വന്നു തുടങ്ങും. അവർക്കൊക്കെ നമ്മൾ വളരെ വ്യാപകമായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ലാറ്ററൽ ഐബ്രോ ലിഫ്റ്റിംഗ്. അതായത് പുരികത്തിന് നമ്മൾ ചെറുങ്ങനെ ലിഫ്റ്റിംഗ്. അപ്പോഴെന്താണ്, കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നല്ല ചെറുപ്പം. അതൊരു അടിപൊളി പ്രൊസീജിയർ. എനിക്ക് ഭയങ്കര എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതായത് ഒരു കണ്ണ് ഒരു വ്യക്തിയുടെ മുഖത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു പ്രായം, അതിൻ്റെ സൗന്ദര്യത്തിന് എങ്ങനെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഒരു ഐബ്രോ ലിഫ്റ്റിംഗ് ചെയ്താൽ മനസ്സിലാവും. കണ്ണ് നല്ല ഷാർപ്പായി ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയോ. അങ്ങനെ ആളുകൾ വന്നിട്ട് ഇപ്പൊ കണ്ണുകളോ നേരത്തെ നമ്മൾ സംസാരിച്ച മൂക്കുകളോ ഒക്കെ അവരുടെ ഒരു ഹാപ്പിനെസ് ഫാക്ടറിന് ഒരുപാട് എന്താ പറയാ ഉയർത്തിയിട്ട് അവര് ഭയങ്കര കോൺഫിഡൻസോടുകൂടി വന്നിട്ട് ഫീഡ്ബാക്ക് തന്ന സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ പറയാം, എൻ്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു ഇങ്ങനെ വന്നു ചെയ്യുന്ന ഓരോരോ വ്യക്തികളും എനിക്ക് തരുന്ന ഗുഡ് റിഗാർഡ്സ് ആണ്. അപ്പം കാരണം പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്, പല ഏജ് ഗ്രൂപ്പ്സ്. 83 വയസ്സുള്ള ആൾക്കാർ ഫ്ലൈറ്റ് പിടിച്ചിട്ട് ചെന്നൈയിൽ നിന്ന് വന്നിട്ട് സർജറി ചെയ്തിട്ട് പോകും. എന്താണ് പഞ്ചാബിൽ നിന്ന് പോലീസ് ഓഫീസർ ഫ്ലൈറ്റ് പിടിച്ചിട്ട് നുണക്കുഴി ചെയ്യാൻ വരും. ഗൾഫിൽ നിന്ന് അറബി ഫ്ലൈറ്റ് പിടിച്ചിട്ട് വന്നിട്ട് ചെവി ചെയ്യും, ആനച്ചെവി ചെയ്യും. അങ്ങനെ ഈ പല പല കാറ്റഗറി ഓഫ് ജനങ്ങൾ, ഫിലിം സ്റ്റാർസ്, മോഡൽസ്, ചെറിയ കുട്ടികൾ, വലിയ ആൾക്കാർ, പല ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്നേഹം, അവരുടെ ഒരു സന്തോഷം, അവർ ചിലവർക്കൊക്കെ ഇപ്പം ഈ ആനച്ചെവി എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ലൈഫ് ചേഞ്ചിങ് ആണ്. കാരണം അവർ ഭയങ്കര കോൺഫിഡൻസിന് ഒരു ബാധിക്കുന്ന സാധനം. പ്രായം കുറക്കുക എന്ന് പറയുന്ന സർജറീസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ഭയങ്കരമായിരിക്കും. അത് ചില സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള ഏജിങ് ഡിഫറൻസ് ഭയങ്കര ഡിഫറൻസ് ആണ്. സ്ത്രീ ഫാസ്റ്റ് ഏജിങ്ങും പുരുഷൻ സ്ലോലി എഴഞ്ഞ് വയസ്സാവുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് ഈ ഒരു ഏജിങ് വീഴ്ച എന്ന് പറയുന്നത് ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്ന പോലെയാണ്. ഒരു 40 കഴിയുമ്പോൾ ടപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ ഏജ് ആവും. അപ്പൊ അവർക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. അവർ അതിൽ നിന്ന് റിക്കവർ ചെയ്യുമ്പോഴുള്ള അവരുടെ ഒരു ഹാപ്പിനെസ്, അവരുടെ ഫാമിലി ലൈഫ്, അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ പ്രൊഫഷണൽ ലൈഫ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങൾ ഇതൊക്കെയാണ്. സന്തോഷം, ഗിഫ്റ്റ്. ഇപ്പൊ ഏജിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴേ, ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു രീതി ഉണ്ടല്ലോ, അപ്പൊ 60 കഴിഞ്ഞാൽ 65 കഴിഞ്ഞാൽ സാധാരണ വീടുകളിൽ വയസ്സായ ആളുകൾ ഇനിയിപ്പോൾ എനിക്കെന്താ ലൈഫിലൊന്നുമില്ലല്ലോ, സുഖമായി മരിക്കണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കണം എന്നാണ് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ ഡോക്ടർ 1, 2, 3 ഇൻസിഡൻസ് പറഞ്ഞത്. 83 വയസ്സുള്ള അല്ലെങ്കിൽ ഇപ്പോൾ 58 വയസ്സുള്ള ഒരു ലേഡി വന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ എന്താണ് അവർ സംസാരിക്കുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ഫാക്ടർ, ഈ പ്രായം അവരെ കൺസിഡർ ചെയ്യാതെ ഇങ്ങനെ സർജറിക്ക് തുനിയുമ്പോൾ അവരെ ഈ കാര്യം ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു എലമെന്റ് ഉണ്ടായിരിക്കും. അതെന്താണ്? അതിന് ഞാനിപ്പോൾ ശുദ്ധമായ ഒരു എന്താ പറയാ, വിഷ്ണുവിന് ലോകം മനസ്സിലായിട്ടില്ല. അതാണ് അതിന്റെ ഞാൻ പറയാം, വിഷ്ണു കാണുന്ന ലോകം എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ചെറിയ, അതായത് ചെറുപ്പക്കാരും അല്ലെങ്കിൽ ആ ഒരു ഓളങ്ങളാണ്. ഞാൻ കാണുന്ന ലോകം എന്ന് പറയുന്നത് യൗവനം ഇപ്പം 40 വരെ ഉണ്ട്. യൗവനം 40 വരെ ഉണ്ട്. മിഡിൽ ഏജ് എന്ന് പറയുന്നത് 60 വരെയാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് 70-ന് ശേഷമേ ഉള്ളൂ. അതായത് നമ്മളുടെ ചുറ്റും ഇപ്പൊ 70 വയസ്സിലും നെഞ്ചത്ത് പാൻറ്റൊക്കെ ഇട്ട് നടന്ന അപ്പൂപ്പന്മാരല്ല, നല്ല ജിമ്മിൽ പോയിട്ട് ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന സുന്ദര കുട്ടപ്പന്മാരാണ്. നമ്മൾ മത്സരിക്കുന്നത്, ഈ 30 വയസ്സുള്ളവർ മത്സരിക്കുന്നത്, അതായത് സൗന്ദര്യത്തിന്റെ അങ്ങേ അറ്റം പർച്ചേസ് ചെയ്യാനും സൗന്ദര്യത്തിന് വേണ്ടി എന്തിനും തയ്യാറായിട്ട് വർക്കൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രസ്സിനായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായ ഒരു 40 കഴിഞ്ഞവരും ഉണ്ട്. അപ്പം ഏജിങ്ങിന്റെ ഒരു മാനദണ്ഡം മാറി. നൗ ഇപ്പൊ ഞാൻ ഒന്നും വേണ്ട, എന്റെ അപ്പൂപ്പൻ, എന്റെ അമ്മയുടെ അച്ഛൻ റിട്ടയർ ആവുമ്പോൾ 55 വയസ്സുള്ള എന്റെ അച്ഛനെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വായിൽ 2 സെറ്റ് പല്ലായിട്ട് രാത്രിയാകുമ്പോൾ ആ സെറ്റ് പല്ല് ഒരു വെള്ളത്തിലിട്ട് വെക്കുന്ന അച്ഛനായിരുന്നു 55 വയസ്സുള്ള എന്റെ അച്ഛൻ. പക്ഷെ ഇപ്പോൾ ഉള്ള അപ്പൂപ്പൻ 55 വയസ്സ് റിട്ടയർ ആയ വ്യക്തിനെ കണ്ടാലെന്ന് ചെറിയ ചെറുപ്പക്കാരനല്ലേ, നല്ല കറുത്ത മീശി, നല്ല സുന്ദര കുട്ടനാണ്. വാർദ്ധക്യം ആർക്കുമില്ല, മാനസികമായിട്ട് വാർദ്ധക്യം ഇല്ല എന്നുള്ളതാണ്. സോ എല്ലാവർക്കും സുന്ദരനാവണം, എല്ലാവർക്കും സുന്ദരിയാവണം. സോ പീപ്പിൾ ആർ റണ്ണിങ് ബിഹൈൻഡ് ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സിന്റെ ബാക്കിലേക്കൂടെ ഓടുകയാണ്. അവരുടെ ബെസ്റ്റ് വേർഷൻ. 40-ൽ എനിക്ക് 30, 50-ൽ എനിക്ക് 40, 60-ൽ എനിക്ക് 40, അങ്ങനെയാണ് പോകുന്നത്. എല്ലാവർക്കും അവർ ബെസ്റ്റ് വേർഷൻ വേണം. ഈ സ്കിൻ ടൈറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് ശരിക്കും അപ്പോൾ ഈ ചുളിവുകളെ മാറ്റുകയാണോ ചെയ്യുന്നത്? എന്താ അതിന്റെ പിന്നിലത്തെ ഒരു സയന്റിഫിക്? സ്കിൻ ടൈറ്റനിങ് എന്ന് പറയുന്നതിന് കുറേ
കുറേ പ്രൊസീജിയറൽസ് ഉണ്ട്. ഇപ്പം ചിലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ മെഷീനെ കൊണ്ട് നമ്മളുടെ മുഖത്തിനെ ബേൺ ചെയ്യും. ചെറുങ്ങനെ ഒരു തരത്തിൽ ലേസർ ബേണിങ് ചെയ്യുമ്പോൾ ഫ്രാക്ഷണൽ ലേസർ എന്ന് പറയും. അപ്പോൾ ബേൺ ചെയ്യുമ്പോഴെന്താ വെച്ചാൽ നമ്മളുടെ കൊളാജൻ ബൂസ്റ്റ് വരും, ടൈറ്റ് ആവും. ഒരു ഓപ്ഷൻ. രണ്ടാമതെന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈഫു എന്ന് പറഞ്ഞൊരു മെഷീൻ വരുന്നുണ്ട്. അതൊരു സാൻഡ്വിച്ചിങ് ടെക്നിക്കാണ്. അതായത് നമ്മൾ മുഖത്തിനെയും മാംസത്തിനെയും കൊഴുപ്പിനെയൊക്കെ പ്രസ് ചെയ്യും. അത് വെളിയിലേക്കൂടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അതൊരു സാൻഡ്വിച്ച് പോലെ ടൈറ്റ് ആവുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒരു യൂത്ത്ഫുൾ ലുക്ക് വരുന്നു. മൈക്രോ നീഡ്ലിംഗ് വിത്ത് പ്ലാസ്മ ഇഞ്ചെക്ഷൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നമ്മളുടെ വയലുകളൊക്കെ ഉഴുതു മറിക്കുന്ന പോലെ നമ്മളുടെ മുഖത്തിന് എന്ത് ചെയ്യുന്നു, ഒരു മൈക്രോ നീഡ്ലിംഗ് ചെയ്യുന്നു. എന്നിട്ട് PRP ഇഞ്ചെക്ഷൻസ്, ബ്ലഡിൽ നിന്ന് എടുക്കുന്ന പ്ലാസ്മ ഇഞ്ചെക്ഷൻ അടിക്കുമ്പോൾ മുഖം ഒന്നും കൂടി ടൈറ്റ് ആവുന്നു. അങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മുടെ മുഖത്തിനെ ടൈറ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ടെമ്പററി പ്രൊസീജിയേഴ്സ് ആണ്. ഇതൊന്നും ഒരിക്കലും പെർമനന്റ് പ്രൊസീജിയേഴ്സ് അല്ല. പെർമനന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സർജറീസ് ആണ്. കണ്ണിന്റെ പ്രായം കുറക്കണോ, ബ്ലെഫറോപ്ലാസ്റ്റി. മുഖത്തിന്റെ പ്രായം കുറക്കണോ, ഫേസ് ലിഫ്റ്റ്. അല്ല, ഒരു സെമി പെർമനന്റ് ആയിട്ട് മുഖത്തിനെ ടൈറ്റ് ആക്കണം എന്നുള്ളതാണെങ്കിൽ ത്രെഡ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ത്രെഡ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മുഖത്തിന് ഒരു ചെറിയൊരു ചുളിവ് അല്ലെങ്കിൽ ചെറുങ്ങനെ ഒന്ന് തൂങ്ങി, കഴുത്ത് ചെറുങ്ങനെ തൂങ്ങി എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് കാലത്തെ സർജറി ഒന്നും വേണ്ട, മുഖം ഒന്ന് ടൈറ്റ് ആക്കണം എന്നുള്ളതാണെങ്കിൽ നമ്മൾ ചെറുങ്ങനെ ഒന്ന് തരിപ്പിച്ച് ഒരു കൊളാജൻ ത്രെഡ്, അലിഞ്ഞു പോകുന്ന നൂലുകളാണ്. അലിഞ്ഞു പോകുന്ന നൂലുകൾ ഒരു ചെറിയ പിൻ പ്രിക്ക്, ഒരു സൂചി ദ്വാരത്തിലൂടെ നമ്മൾ ഉള്ളിലോട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വലിക്കുന്നു. ഇത് അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ അത് നൂലായിട്ട് പോകുന്നു, തിരിച്ചു വരുമ്പോൾ അത് കൊക്കയായി മാറുന്നു അതിന്റെ ഉള്ളിൽ, മാംസത്തിന്റെ ഉള്ളിൽ. അപ്പൊ നമ്മളത് വലിക്കുമ്പോഴെന്തായിരുന്നു, ആ മാംസവും സ്കിന്നും അതിന്റെ കൂടെ വരും. അപ്പൊ നല്ല ടൈറ്റ് ആവും. അത് അവിടെ നിന്നിട്ട് നമ്മൾ സ്യൂച്ചർ ചെയ്യും. വെളിയിലൊന്നും കാണാനില്ല, ഒരു പിൻ പ്രിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ത്രെഡ് മൊത്തത്തിൽ സ്കിന്നിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അത് ഒരു 6 മാസം 8 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോൾ അത് അലിഞ്ഞു പോകും. അപ്പൊ വീണ്ടും ചെയ്യണം. ഒരു ടെമ്പററി ലിഫ്റ്റ്, നല്ലൊരു പ്രൊസീജിയറാണ് ടെമ്പററി ലിഫ്റ്റ്, ത്രെഡ് ലിഫ്റ്റ്. ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ പണമുണ്ട് ഒരുപാട് എങ്കിൽ ബ്യൂട്ടീഷ്യൻസിന് പുറകിൽ പോവുക എന്നുള്ളത്. ഇത് ബേസിക്കലി ഈ പണമുള്ളവനും ഇല്ലാത്തവന്റെ ഇടയിലൊരു വലിയൊരു ഇഷ്യൂ കൂടി ക്രിയേറ്റ് ചെയ്യുമല്ലോ. പലപ്പോഴും പല ഹോസ്പിറ്റൽസിലൊക്കെ ഈ സർജറികൾ EMI-ക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഓഫേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഭാവിയിൽ ആളുകളെ കുറച്ചുകൂടി ഇൻസെക്യൂർ ആക്കില്ലേ ചിലപ്പോ? ബേസിക്കലി ഇറ്റ്സ് ഇൻസെക്യൂരിറ്റി ആണ്. നമ്മൾ ഇപ്പം ഈ ഒരു മേഖലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്പർ ഓഫ് സർജറീസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഇതൊക്കെ വരുന്നത് ഇൻസെക്യൂരിറ്റിയാണ്. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ, എൻ്റെ അനിയത്തി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചേച്ചി നിൽക്കുമ്പോൾ ചേച്ചിമാരൊക്കെ ചെറുപ്പമാണ്, എനിക്ക് പ്രായം തോന്നിക്കുന്നു. ഞാനൊരു ഓഫീസിൽ പോകുന്നു, എനിക്ക് പ്രായം തോന്നിക്കുന്നു, അവർക്ക് പ്രായം തോന്നിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റി. സോഷ്യൽ മീഡിയ, ദ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആ ഒരു സെൽഫി യുഗത്തിൽ നമ്മൾ മാറി. അപ്പോൾ ഇൻസെക്യൂരിറ്റി ഉണ്ട്. പക്ഷെ ഇതിൽ സാമ്പത്തികം എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ അറിയും, മുമ്പ് കാലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കേട്ടിരുന്നത് ഇത് വെറും സമ്പന്നർ അല്ലെങ്കിൽ സിനിമാക്കാർ മാത്രം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്നോട് ഞാൻ ചോദിക്കുവാണെങ്കിൽ ഏത് സാധാരണക്കാരനും, അതായത് ഒരു പെട്ടിക്കടക്കാരൻ എന്ന് വെച്ചാൽ ചെറിയൊരു പെട്ടിക്കട നടത്തുന്ന ഒരു പെട്ടിക്കടക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ 50-ാം വയസ്സിൽ റൈനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ ചെലവുള്ള ഒരു സർജറി ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ചെയ്തതെന്ന്. അപ്പൊ അതിനൊരു കഥയുണ്ട്. എല്ലാത്തിനും ഒരു കഥയുണ്ട്. ആ ഒരു കഥ എന്താന്ന് പറയുന്നത് വെച്ചാൽ, അയാളുടെ ചെറിയ പ്രായത്തിൽ എപ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോൾ ആരോ അദ്ദേഹത്തിന് വലിയ മൂക്കുള്ളവനെ എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. പിന്നെ അതൊരു ഭയങ്കരമായിട്ടുള്ള ഇൻസെക്യൂരിറ്റി അയാളുടെ തലയിൽ കയറി. അയാൾ ഈ പറയുന്ന 50 വർഷം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ 40 വർഷത്തിന് ശേഷം ചെയ്യാണ്. അപ്പം ഇതൊക്കെ ഒരു ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമാണ്. പക്ഷെ എല്ലാവരും ചെയ്യുന്നുണ്ട്. നമുക്ക് തോന്നും, നമുക്ക് വിഷമം തോന്നും. നമ്മൾ ചോദിക്കും ആരോടെങ്കിലും, ഒരു വ്യക്തി വേണോ, നിങ്ങൾക്ക് സർജറി വേണം ഡോക്ടർ അതൊന്നും ആലോചിക്കേണ്ട, നമ്മൾ റെഡിയാണ് എന്നുള്ളത്. കാരണം ഇപ്പൊ എല്ലാവരും അവരുടെ ബെസ്റ്റ് വേർഷൻ, ഞാൻ എപ്പോഴും അങ്ങനെ പറയാം, അവരുടെ ബെസ്റ്റ് വേർഷൻ, സുന്ദരനാവാന്നുള്ളതല്ല, അവരുടെ ബെസ്റ്റ് വേർഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് X or Y, അത് താഴേക്കിടയിലുള്ള അവരായിക്കോട്ടെ ഏറ്റവും മേലേക്കിടയിലുള്ളവരുടെ എല്ലാവരും ഒരേപോലെ തയ്യാറാണ് എന്നുള്ളത്. ശരിക്കും ഈ ബോട്ടോക്സ് സർജറി എന്ന് പറയുമ്പോഴേ അതെങ്ങനെ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക? ബോട്ടോക്സ് സർജറി അല്ല, ബോട്ടോക്സ് എന്ന് പറയുന്നത് ഇപ്പോഴ് ഒരു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏറ്റവും പോയ്സണസ് ആയിട്ടുള്ള ഒരു കൊടിയ വിഷമാണ്. ബോട്ടുലീനിയം ടോക്സിൻ എന്ന് പറയുന്ന ഒരു വിഷമാണ്. ഇതിന് മെഡിക്കേറ്റഡ് പർപ്പസിനെ യൂസ് ചെയ്യുമ്പോഴാണ് ഇത് ബോട്ടുലീനിയം ടോക്സിൻ എന്ന് പറയുന്ന സാധനം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എല്ലാവർക്കും ഒരു നല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു മുഖമുള്ള വ്യക്തിക്ക് ഒരു പ്രായം കഴിഞ്ഞ് ഇവിടെ കുറേ ലൈൻസ് വരും. നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഫ്രൗൺ ലൈൻസ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പ്രഷൻസ് ഇവിടെയാണ്. കണ്ണിന്റെ ഇവിടെ ലൈൻസ് വരും, മുഖത്ത് പല സ്ഥലത്തായിട്ട് ലൈൻസ് വരും, ഫൈൻ ലൈൻസ് എന്ന് പറയാം. ആ ഫൈൻ ലൈൻസുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഡയലൂട്ട് ചെയ്തിട്ട്
ഇവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഞരവുകളെ ആ ബോട്ടോക്സ് പോയിട്ട് എഫക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മസിലുകൾ ഉറങ്ങുന്നു, ടെമ്പററി ആയിട്ട് ഉറങ്ങുന്നു. അതായത് അടുത്തൊരു 6 മാസം വരെയും ടെമ്പററി ആയിട്ട് ബോട്ടോക്സിന്റെ എഫക്റ്റിൽ ആ മസിൽ ഉറങ്ങും. സോ ബേസിക്കലി ബോട്ടോക്സ് കൂടുതൽ ഉപയോഗിക്കുന്നത് ആന്റി ഏജിങ് പേർപ്പസിനാണ്. മെയിനായിട്ട് നെറ്റി, കണ്ണിന്റെ ചുളിവുകൾ, മുഖത്തുള്ള വരുന്ന ചെറിയ ചെറിയ ഫൈൻ റിങ്കിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡ്രഗ്, അടിപൊളി സാധനം. ആന്റി ഏജിങ്ങിനെ ശരിക്കും സർജറിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റുകളോ ഒന്നും അല്ലാതെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എക്സസൈസ്, ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ്, ഹെവി വെയിറ്റ് ട്രെയിനിങ്. അതായത് നമ്മളുടെ എല്ലാവരുടെയും എക്സസൈസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയാം നല്ലോണം വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഒരു മേജർ മെജോറിറ്റി ആൾക്കാരും എന്താ ചെയ്യാന്ന് വെച്ചാൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നടത്തമാണ്. ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. ജിമ്മിൽ പോയാലും കാർഡിയോ, ഒരുപാട് നടക്കുക, കുറേ ഓടുക, ചാടുക എന്നൊക്കെ ഉള്ളതാണ്. അതല്ല വേണ്ടത്. പ്രായം കുറയ്ക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യണം. സൽമാൻ ഖാനെ പോലെ വലിയ അല്ലെങ്കിൽ ഋത്തിക് റോഷനെ പോലെ മസിൽ ഉണ്ടാവണം എന്നല്ല, നമ്മളുടെ മസിലിന്റെ വോളിയത്തിനെ വലുതാക്കണം. ഈ മസിൽ വോളിയത്തിനെ വലുതാക്കണം എന്തിലാണ്? ഒന്ന്, നല്ല പ്രോട്ടീൻ റിച്ച് ഡയറ്റ്. മലയാളികൾ ഇപ്പം നമ്മൾ നല്ലോണം പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കഴിക്കുന്നത്, ചിക്കനൊക്കെ ഒരുപാട് കഴിക്കാൻ തുടങ്ങി. പക്ഷെ മലയാളികളുടെ പൊതുവെയുള്ള ഒരു ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണ്. കാരണം നമ്മളെ പ്രോട്ടീൻ ഇൻടേക്ക് കുറവാണ്. ആക്ച്വലി മീൻ പൊരിച്ചു തിന്നും, ഒരു മീൻ പൊരിച്ചു തിന്നാലും പ്രോട്ടീൻ ഒന്നും അല്ലാതെ. അപ്പം പ്രോട്ടീൻ ഇൻടേക്ക് ഭയങ്കര കുറവാണ് നമ്മൾ. അപ്പോൾ നല്ല പ്രോട്ടീൻ ഇൻടേക്ക് വേണം. 1, വെജീസ്, ശരിക്കുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നമ്മൾ റോ ആയിട്ട് തിന്നണം, പച്ചയ്ക്ക് തിന്നണം. നമ്മൾ ഈ നല്ല ഓലനും അവിയലും കൂട്ടുകറിയൊക്കെ ആക്കി തിന്നിട്ട് കാര്യമില്ല. നമ്മൾ പച്ചയ്ക്ക് മുറിച്ച് റോ ആയിട്ട് വെജിറ്റബിൾ സാലഡ്സ് ആയിട്ട് തിന്നണം. സെക്കൻഡ് തിങ്. തേർഡ് തിങ്, നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. നമ്മളുടെ മസിലിനെ ബിൽഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ മസിലിന് ഒരു ഇത്തിരി വണ്ണം വെക്കും. ഭയങ്കരമായിട്ട് മസിൽ വരുന്നല്ല, ഒരു ഇത്തിരി വണ്ണം വെക്കും. ഈ വണ്ണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാംസത്തിനെയും സ്കിന്നിനെയും ഇത് പിടിക്കും, പറ്റിപ്പിടിക്കും. അപ്പോഴെന്താന്ന്, നിങ്ങളുടെ മസിൽസ് വളരും തോറും നിങ്ങളുടെ മുഖം നല്ല ചെറുപ്പം, ശരീരം നല്ല ചെറുപ്പമായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് കാർഡിയോ ചെയ്തു, ഒരുപാട് നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വോളിയം ലോസ് ആണ്, മസിൽ ലോസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ശുഷ്കിക്കാൻ തുടങ്ങും, മെലിയും. കാണുമ്പോൾ എല്ലാവരും പറയാം നല്ല മെലിഞ്ഞല്ലോ. ഈ മെലിഞ്ഞു എന്ന് പറയുന്നവരൊക്കെ കാണുമ്പോഴെന്തായി, വളരെയധികം പ്രായം തോന്നിക്കുന്നുണ്ട്. നേരെ മറിച്ച് അത്യാവശ്യം ഒരു മിനിമം ഹെവി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ എന്നാ പറയാം, നല്ല ചെറുപ്പാണല്ലോ. സോ ബിൽഡ് യുവർ മസിൽസ്. ഇപ്പൊ എസ്തെറ്റിക് ബ്യൂട്ടി എന്നുള്ള രീതിയില്ലേ, അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന നേരത്തെ ഇപ്പൊ നാച്ചുറൽ ആയിട്ടൊരു രീതി എക്സസൈസ് ആണെന്ന് പറഞ്ഞല്ലോ, അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു 3 സൂപ്പർ ഫുഡ് പറയാൻ പറഞ്ഞാൽ എന്താ പറയാ? സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് ഒന്ന് ആന്റി ഓക്സിഡൻസ്. ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജനേഷൻ തരുന്ന ഫുഡ് പ്രൊഡക്ട്സ്. അതിലെന്ന് പറയുന്നത് ഈ അവോക്കാഡോ, ഗ്രേപ്സ്, ബെറീസ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഫ്രൂട്ട്സ്, ഇതിലൊക്കെ ഒരു സൂപ്പർ ആന്റി ഓക്സിഡൻസ് ആണ് ഇതൊക്കെ. അതുപോലെ പച്ച ഇലക്കറികൾ, പച്ചയില. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൽ എന്താണെന്ന് വെച്ചാൽ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന സാധനം വരും. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ബൂസ്റ്റ് ചെയ്യും, കൊളാജൻ ഇൻഡക്ഷൻ വരും, നമുക്ക് പ്രായം കുറയ്ക്കാൻ വളരെയധികം. സെക്കൻഡ് തിങ് ഈസ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് നേരത്തെ പറഞ്ഞു, ഞാൻ വീണ്ടും പറയാം. അതായത് നല്ല പ്രോട്ടീൻ റിച്ച് ഡയറ്റ് വേണം. ഒരു മിനിമം, അതായത് ഭയങ്കരമായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും ഒരു വ്യക്തി, ഇപ്പോൾ ഒരു 70 കിലോ വ്യക്തി ഉണ്ടെങ്കിൽ ഒരു 70 ഗ്രാം പ്രോട്ടീൻ എങ്കിലും ആ വ്യക്തി തിന്നണം. 70 ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വലിയ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു 70 ഗ്രാം പ്രോട്ടീൻ തിന്നണമെങ്കിൽ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 2-3 മുട്ട തിന്നണം, ഫിഷ് തിന്നണം, അല്ലെങ്കിൽ നോൺ വെജ് തിന്നണം. ഡ്രൈ ഫ്രൂട്ട്സ്, മൂന്നാമത് ഡ്രൈ ഫ്രൂട്ട്സ്, സൂപ്പർ ഫുഡ്. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഈ ഖുറാനിൽ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് അത്തിപ്പഴം, അണ്ടിപ്പരിപ്പ്, വാൽനട്ട്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ, ഈത്തപ്പഴം, 1-2 ഈത്തപ്പഴം ഒരു ദിവസം. സോ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമ്മളുടെ സൗന്ദര്യത്തിനും നമ്മുടെ പ്രായം കുറയ്ക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പെർഫോമൻസിനൊക്കെ വളരെ നല്ലതായിട്ടുള്ള സാധനം. സോ എൻ്റെ ഒരു ആൻറ്റി ഓക്സിഡൻസ് ഈ പറയുന്ന പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ആൻഡ് വെജീസ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ നല്ലതാണ്, പ്രായം കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആണ്. ഡോക്ടറുടെ അപ്പുറത്തൊരു നല്ലൊരു ശില്പിയാണ് കാണാൻ പറ്റിയത്. ഇനിയും തുടർന്ന് ആളുകൾക്ക് അങ്ങനെ സന്തോഷം കൊടുക്കാൻ പറ്റട്ടെ. ഒരുപാട് സംശയമുള്ള ഏരിയകൾ സാധൂകരിച്ച് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അതിൻ്റെ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു സോ മച്ച്.